സുപ്രധാന വാർത്ത. പി അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ച് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി പി ശശി. പ്രതിപക്ഷ നേതാവ് വി സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത് ശശിയാണെന്ന പരാമർശത്തിലാണ് നടപടി. പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, പ്രതീക്ഷിച്ചൊരു നടപടി തന്നെയായിരുന്നു. എന്തായാലും പി ശശി അയച്ച ആ ഒരു നോട്ടീസിൽ പ്രധാനമായും തനിക്കെതിരെയുള്ള പരാമർശം പിൻവലിക്കണമെന്ന് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ആവശ്യം. മറ്റെന്തൊക്കെയാണ് നോട്ടീസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? കോൺഗ്രസ് എന്തായാലും പി അൻവർ പി ശശിക്കെതിരെ നിരന്തരം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പി ശശി ആണെങ്കിൽ വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് 4ാമത്തെ വക്കീൽ നോട്ടീസാണ് പി ശശി അൻവറിനെതിരെ അല്ലെങ്കിൽ അൻവറിന് അയക്കുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പി അൻവർ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ ഒരു പരാമർശമാണ് ഈ ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നതിന് കാരണമായത്. പ്രധാനമായും ഇന്നലെ പി അൻവർ ഉന്നയിച്ച അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവ് വി സതീശനോട് മാപ്പ് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നിയമസഭയിൽ വി സതീശനെതിരെ പ്രതിപക്ഷ നേതാവിന് താൻ ആരോപണം ഉന്നയിച്ചത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി പറഞ്ഞാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചതെന്നാണ് പ്രധാനമായും ഈ പി അൻവർ അടക്കം തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇത് തന്റെ അല്ലെങ്കിൽ തനിക്ക് അറിയില്ലായിരുന്നു, പിന്നീടാണ് ഇത് തെറ്റാണ് എന്ന കാര്യം തനിക്ക് അറിഞ്ഞത് എന്നാണ് ഇന്നലെ പി അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയടക്കം തന്നെ കണ്ടതാണ്. ഇതിന് പിന്നാലെ ഒരു വാർത്താക്കുറിപ്പുമായി പി ശശി അടക്കം തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പി അൻവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണ്. ഒരു രാഷ്ട്രീയ അഭയം നേടാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിലൂടെ നടക്കുന്നത് എന്നടക്കം തന്നെ കാണിച്ചുകൊണ്ടായിരുന്നു പി ശശി ഇന്നലെ വാർത്താക്കുറിപ്പ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു അഭിഭാഷകൻ മുഖേന ഈ പി അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പി ശശി പി അൻവറിന് അയക്കുന്ന 4ാമത്തെ വക്കീൽ നോട്ടീസാണ് ഇത്. പ്രധാനമായും ഈ കണ്ണൂർ കോടതിയിൽ തന്നെ പി അൻവറിനെതിരെ 3 കേസുകൾ നിലവിലുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഇടതുമുന്നണി സർക്കാരിനോട് പിണങ്ങിയ ശേഷം തന്നെ ഈ മുഖ്യമന്ത്രിക്കെതിരെയും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും തന്നെ പി അൻവർ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയടക്കം തന്നെ നമ്മൾ കണ്ടതല്ല. അതെല്ലാം തന്നെ ഈ CPIM നേതാക്കൾ തന്നെ പറഞ്ഞിട്ടാണ് അൻവർ ഈ പറഞ്ഞത് എന്നടക്കം പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ പ്രസ്താവന പിൻവലിക്കണം, മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രസ്താവന പിൻവലിച്ച മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പി ശശി പി അൻവറിന് അയക്കുന്ന 4ാമത്തെ വക്കീൽ നോട്ടീസാണിത്. കാളിദാസ്. ശരി വിനയ.